ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ. കാണും പ്രേമ കാന്തനെ വാഴും ഞാൻ പ്രിയനത്ത് സ്വർഗ സിയോൻ പുരിയിൽ. കാണും പ്രേമ കാന്തനെ വാഴും ഞാൻ പ്രിയനത്ത് സ്വർഗ സിയോൻ പുരിയിൽ. എന്റെ കഷ്ടങ്ങൾ മാറിടും, എന്റെ കണ്ണുനീർ തോർന്നിടും, എന്റെ കഷ്ടങ്ങൾ മാറിടും, എന്റെ കണ്ണുനീർ തോർന്നിടും. തിരുപ്പാരിൻ ദുരിതങ്ങൾ ചേരും പ്രിയന്മാരിൽ സ്വർഗ സിയോൻ പുരിയിൽ. തിരുപ്പാരിൻ ദുരിതങ്ങൾ ചേരും പ്രിയന്മാരിൽ സ്വർഗ സിയോൻ പുരിയിൽ. നിധി സൂര്യനുദിച്ചിടുമേ തൻ വിശുദ്ധരെ ചേർപ്പാനായി. നിധി സൂര്യനുദിച്ചിടുമേ തൻ വിശുദ്ധരെ ചേർപ്പാനായി. പാലിച്ചേരും ദൂതരത്ത് ഹല്ലേലൂയ പാടും ഞാൻ സ്വർഗ സിയോൻ പുരിയിൽ. പാലിച്ചേരും ദൂതരത്ത് ഹല്ലേലൂയ പാടും ഞാൻ സ്വർഗ സിയോൻ പുരിയിൽ. പ്രിയൻ പാദം ഒലിവുമലയിൽ തൻ വിശുദ്ധരെ തുറപ്പിക്കും. പ്രിയൻ പാദം ഒലിവുമലയിൽ തൻ വിശുദ്ധരെ തുറപ്പിക്കും. പിളർന്നു മാറും രണ്ടായി ഒലിവുമല കിഴക്കു പടിഞ്ഞാറാ. പിളർന്നു മാറും രണ്ടായി ഒലിവുമല കിഴക്കു പടിഞ്ഞാറാ. വാഴും കാന്തനോടായിരമണ്ട് ഇമ്പ വീട്ടിലൻ സ്വന്ത നാട്ടിൽ. വാഴും കാന്തനോടായിരമണ്ട് ഇമ്പ വീട്ടിലൻ സ്വന്ത നാട്ടിൽ. ദുഃഖം മുറവിളിയും കഷ്ടതയും മരണവുമില്ലവിടെ. ദുഃഖം മുറവിളിയും കഷ്ടതയും മരണവുമില്ലവിടെ.
സിയോൻ പുരിയിൽ. എല്ലാ നാളും ആനന്ദിക്കും നിത്യമായി ഞാൻ സ്വർഗ സിയോൻ പുരിയിൽ. എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ, എന്റെ പ്രതിഫലം സ്വർഗത്തിലാ. കാണും പ്രേമ കാന്തനെ വാഴും ഞാൻ പ്രിയനൊത്ത് സ്വർഗ സിയോൻ പുരിയിൽ. കാണും പ്രേമ കാന്തനെ വാഴും ഞാൻ പ്രിയനൊത്ത് സ്വർഗ സിയോൻ പുരിയിൽ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ വായിക്കാം. പിന്നെ ദാസൻ യജമാനെ കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലികൾക്കരികെയും പോയി എൻ്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്ക. ഇനിയും സ്ഥലമുണ്ട്, അതുകൊണ്ട് കണ്ടവരെ എല്ലാവരെയും നീ അകത്തു വരുവാൻ നിർബന്ധിക്കുക. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായ ഒരു സാദൃശ്യമാണ് ഈ ഭാഗം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ആദ്യം 2 ഖണ്ഡികയിൽ പറയുന്ന ഈ ലോകത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കർത്താവായ യേശുക്രിസ്തു കണ്ടു. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളെ ആരെങ്കിലും കല്യാണത്തിന് വിളിച്ചാൽ നിങ്ങൾ മുന്നമേ ചെന്ന് വിശിഷ്ട അതിഥികൾക്കുള്ളതായ മുൻനിരയിൽ നിങ്ങൾ ഇരിക്കരുത്. നിങ്ങൾ അങ്ങനെ ഇരുന്നാൽ നിങ്ങളിലും മാന്യരായവരെ ആ ഉടയവൻ കല്യാണത്തിന് ക്ഷണിച്ചിരിക്കാം. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരിക എന്ന് പറയുന്നത് നിങ്ങൾക്കൊട്ടും അഭിമാനകരമായ കാര്യമല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ മോശമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കല്യാണത്തിന് ക്ഷണിച്ചാൽ നിങ്ങൾ പോയി ഏറ്റവും പിറകിലത്തെ നിരയിൽ ഇരുന്നാൽ മതി. നിങ്ങൾക്ക് മുൻനിര യോഗ്യമാണ് എന്ന് ഉടയവൻ കണ്ടാൽ നിശ്ചയമായി നിങ്ങളെ ക്ഷണിച്ച് മുന്നോട്ട് കയറ്റിയിരുത്തും. അതാണ് നിങ്ങൾക്ക് മാന്യമായ രീതി എന്ന് ലോകത്തിലെ ഒരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതിനുശേഷം കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു അത്താഴമോ മുത്താഴമോ കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾ വലിയ ധനികരെ ഒന്നും വിളിച്ച് അത് ആ സദ്യ നടത്തുകയല്ല വേണ്ടത്. നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത്. താഴോട്ട് പറയുന്നത്, നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ കഴിവില്ലാത്തവരെയാണ് നീ ക്ഷണിച്ച് ഇങ്ങനെയുള്ളതായ സദ്യ നിങ്ങൾ കൊടുക്കേണ്ടത് എന്നുള്ളതായ ഒരു സതുപദേശം കർത്താവോട് പറയുന്നുണ്ട്. എന്നാൽ അതിനോട് ചേർന്ന് അവസാനം പറയുന്ന ഒരു കാര്യം നമുക്ക് വായിക്കാം. 14-ാമത്തെ വാക്യം. എന്നാൽ നീ ഭാഗ്യവാനാകും, നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രത്യുപകാരമുണ്ടാകും. കർത്താവ് ഈ ലോകത്തിലെ പല കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്, ചെയ്തു തരുന്നവനുമാണ്, ഇന്നും ചെയ്യുന്നവനാണ്. എന്നാൽ കർത്താവ് എപ്പോഴും മുൻതൂക്കം കൊടുത്ത് പറഞ്ഞിരിക്കുന്നത് നിത്യജീവൻ്റെ കാര്യമാണ്. നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രത്യുപകാരമുണ്ടാകും. മരണത്തിന് ശേഷമുള്ള കാര്യമാണത്, നീതിമാന്മാരുടെ പുനരുത്ഥാനം. അപ്പോൾ മരണത്തിന് ശേഷം നിത്യതയിൽ നമുക്ക് പ്രയോജനമുള്ള കാര്യം എന്തായിരിക്കണമെന്നാണ് കർത്താവ് എപ്പോഴും തൻ്റെ മലപ്രസംഗത്തിലും സംഭാഷിപ്പിക്കുമ്പോഴും ഉപമകൾ പറയുമ്പോഴെല്ലാം നിത്യജീവൻ്റെ അവകാശം, സ്വർഗരാജ്യത്തിൻ്റെ അവകാശം, ഇതിലേക്കാണ് ആത്യന്തികമായി കർത്താവ് വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യമുണ്ട്. നമ്മളും എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ അപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. പക്ഷേ നമ്മളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും ഈ ലോകത്തിലെ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന് പോകരുത്. അത് കർത്താവ് എപ്പോഴും പറയുന്നുണ്ട്. കാരണം കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് ഈ ലോകത്തിൽ നമുക്ക് രാജ്യം സ്ഥാപിച്ചു തരുവാനല്ല, നമ്മുടെ നഷ്ടപ്പെട്ടുപോയ ആത്മാവിനെ നിത്യതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം നമുക്ക് തരുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു കാലത്തിൻ്റെ തികവിൽ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ആഗ്രഹങ്ങളും ആത്മീയ ജീവിതത്തിൻ്റെ ആകത്തുകയും സ്വർഗരാജ്യവും നിത്യജീവനും ലക്ഷ്യമാക്കിയുള്ളതായിരിക്കണം.
പൗലോസ്ലിയ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം വളരെ പ്രയോജനപ്പെടുന്നതായ കാര്യമാണ് പറയുന്നുണ്ട്. നമുക്കറിയാം പൗലോസ്ലിയ വളരെ അധികം യോഗ്യതകളുള്ള ഒരാളായിരുന്നു. 8-ാം നാളിൽ പരിശോധനയേറ്റവനാണ്, റോമാ പൗരനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനാണ്, എല്ലാ കാര്യത്തിലും തീഷ്ണയുള്ളവനായിരുന്നതായ ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി സമ്പാദിച്ചവനാണ്. സഭകൾ സ്ഥാപിച്ചു, അനേക മിഷണറി യാത്രകൾ ചെയ്തു, അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തി. ഇന്നും വാസ്തവം പറഞ്ഞാൽ ഈ സത്യവേദപുസ്തകത്തിൽ പൗലോസ്ലിഹായുടെ സുവിശേഷം മാറ്റി നിർത്തിയാൽ പ്രിയമുള്ളവരെ നമുക്ക് വളരെ വാക്കും നമുക്ക് അനുഭവപ്പെടും. കാരണം അത്രമാത്രം ആത്മാവിൻ്റെ ആഴങ്ങൾ പൗലോസ്ലിഹ നമുക്ക് വേദപുസ്തകത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് തൻ്റെ ലേഖനങ്ങളിൽ കൂടി. ആ പൗലോസ്ലിഹ പറയുകയാണ് 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, ഫിലിപ്പിയ ലേഖനം: അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കേണ്ടതെന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് നേടുന്നു. ഒത്തിരി കാര്യങ്ങൾ പൗലോസ്ലിഹ ചെയ്തു. എല്ലാവരേക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിച്ചു, ഞാൻ വളരെ അടികൊണ്ടു. അനേകം കാര്യങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടിയും എല്ലാം പൗലോസ്ലിഹ സഹിച്ചതായിട്ട് പൗലോസ്ലിഹ തൻ്റെ ലേഖനങ്ങളിൽ പല ഭാഗത്തായിട്ട് പറയുന്നുണ്ട്. അവസാനമായിട്ട് വരുമ്പോൾ പൗലോസ്ലിഹ പറയുന്നു, ഇപ്പോൾ എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ, ഇനി സഭ സ്ഥാപിക്കണമെന്നോ ഇനിയും വേല ചെയ്യണമെന്നോ ഒന്നുമല്ല. അവസാനത്തേക്ക് വരുമ്പോൾ പൗലോസ്ലിഹ പറഞ്ഞു, വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നേ എനിക്കുള്ളൂ. സ്തോത്രം. അവസാനം വന്ന് നിൽക്കുന്ന അവിടെയാണ് പ്രിയമുള്ളവർ. നമ്മൾ എന്തെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യണം. ദൈവത്തിൻ്റെ വേല ദൈവമക്കളല്ലാതെ നമ്മളല്ലാതെ പിന്നെ ആര് ചെയ്യും? അത് സത്യം തന്നെയാണ്, അതിന് പ്രതിഫലവുമുണ്ട്. പക്ഷേ അവസാനമായിട്ട് ഓരോ ഭക്തനും ഓരോ ദൈവവേദലിനും ആത്യന്തികമായിട്ട് വന്നു ചേർന്ന് നിന്ന് പറയുവാനുള്ളതായ ഒറ്റയ്ക്കൊരു കാര്യമേ ഉള്ളൂ, വല്ല വിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം എനിക്ക് പ്രാപിക്കണം. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യവും ആഗ്രഹവും ആശയവും അത് മാത്രമായിരിക്കട്ടെ. വല്ല വിധേനയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ എനിക്കെത്തണം, എൻ്റെ കുടുംബത്തിലെത്തണം, എൻ്റെ തലമുറയ്ക്ക് എത്തിച്ചേരണം. അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതിനുശേഷമാണ് കർത്താവ് ഈ ഒരു ഉപമ അവരോട് പറയുന്നത്. അവിടെ കർത്താവ് ഇക്കാര്യം പറഞ്ഞു, നീതിമാന്മാരുടെ പുനരുത്ഥാനം നിനക്ക് പ്രത്യുപകാരമുണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, നീതിമാന്മാരുടെ പുനരുത്ഥാനം മരണത്തിന് ശേഷമുള്ള കാര്യമാണ്, നിത്യതയെക്കുറിച്ചുള്ള കാര്യമാണ്. ഇത് കേട്ടുകൊണ്ടിരുന്നതായ ഒരാള് 14-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തൻ ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവനോട് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ഒരാൾ പറഞ്ഞു, ഈ ലോകത്തിലെ മറ്റുള്ള എല്ലാറ്റിനേക്കാളും വിലയേറിയത്, ഭാഗ്യമേറിയത് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, അത് ഏറ്റവും വലിയ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ അതിനുശേഷമാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഉപമ അവരോട് പറയുന്നത്. സ്വർഗരാജ്യത്തിലെ ദൈവം കരുതിയിരിക്കുന്നതായ ആത്മീയ സന്തോഷത്തിലേക്ക്, ഇവിടെ എല്ലാം പറയുന്നത് ലൗകികമായ അത്താഴമോ വിരുന്നിൻ്റെ കാര്യമല്ല പറയുന്നത്, ആത്മീയമായ അനുഭവങ്ങളും ആത്മീയമായ അനുഗ്രഹങ്ങളുമാണ് ഈ വാക്കുകളിൽ കൂടിയെല്ലാം കർത്താവ് സാദൃശ്യമായിട്ട് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നാണ് തുടർന്ന് ഈ ഉപമയിൽ കൂടി കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് 16-ാമത്തെ വാക്യം മുതൽ വായിക്കാം. 16. അവനോട് അവൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ വലിയൊരു അത്താഴമൊരുക്കി പലരെയും ക്ഷണിച്ചു. അത്താഴ സമയത്ത് അവൻ തൻ്റെ ദാസനെ അയച്ച് ആ ക്ഷണിച്ചവരോട്, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീനെന്ന് പറയിച്ചു. എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, നിങ്ങൾ വന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ വിരുന്നിൽ നിങ്ങൾ സംബന്ധിക്കൂ, നിങ്ങൾ ആവോളം നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകൂ എന്ന് പറഞ്ഞു. എല്ലാവരും ഒരുപോലെ ഒഴികഴിവ് പറഞ്ഞു തുടങ്ങി. എല്ലാവരും ഒരുപോലെ ഒഴിവ് കഴിവ് പറഞ്ഞു തുടങ്ങി. 3 പേരുടെ കാര്യം അവിടെ പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. ഒന്നാമത്തവൻ അവനോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടെന്ന ആവശ്യമുണ്ട്, എന്നോട് ക്ഷമിച്ചു കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഒരു നിലം വാങ്ങുവാനായിട്ട് ആഗ്രഹിച്ച് അതിനെ കണ്ട് ഏതാണ്ടൊക്കെ ഒന്ന് തൃപ്തിപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെന്ന് തീർക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് ക്ഷമിക്കണം, ഞാനിപ്പോൾ എനിക്ക് വരുവാൻ നിവൃത്തിയില്ല. രണ്ടാമത്തെ ആളുടെ എക്സ്ക്യൂസ് എന്താണ്? മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിച്ചു കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. 5 കാളയെ ഞാൻ കൊണ്ട് അതിനെ വാങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യമെല്ലാം ഒന്ന് തീർക്കുവാനായി, അതിനെ ശോധന ചെയ്യുവാനായി ഒരിക്കൽ കൂടി എല്ലാം ഒന്ന് ശോധന ചെയ്ത കാള നല്ലതാണോ എന്ന് നോക്കി ആ കാളയെ വാങ്ങിക്കുന്നതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട്
ഇപ്പോൾ എനിക്ക് വരുവാൻ നിവൃത്തിയില്ല, എന്നോട് ക്ഷമിക്കണം. മൂന്നാമത്തവൻ പറഞ്ഞ കാര്യം എന്താണ്? വേറൊരുത്തൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആൾ ക്ഷമിച്ചുകൊള്ളണമെന്നും പറയുന്നില്ല. ഞാനിപ്പോൾ വിവാഹം കഴിച്ചിരിക്കുകയാണ്, ഇപ്പോൾ എനിക്ക് ആമോദിക്കേണ്ടതായ സമയമാണ്, അതുകൊണ്ട് ഇപ്പോൾ നീ വിളിക്കുന്നു വരുവാൻ എനിക്ക് നിവൃത്തിയില്ല, ഇപ്പോൾ ഞാൻ വരുന്നില്ല. അത്ര മാത്രമേ അവൻ പറഞ്ഞു നിർത്തുന്നുള്ളൂ. ഈ റീസൺസ് എല്ലാം ഗുഡ് റീസൺസ് ആണ്, നോട്ട് ഫോൾസ് റീസൺസ്. പ്രിയമുള്ളവരെ, ഈ എക്സ്ക്യൂസസ് എല്ലാം അവർ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ദീസ് ആർ നോട്ട് ഗുഡ് റീസൺസ്. സത്യമാണ് അവർ പറഞ്ഞത്, പക്ഷേ ഈ യജമാനൻ്റെ സദ്യയിലേക്കുള്ള വിളി നിഷേധിപ്പാൻ തക്കവണ്ണം വിലയുള്ള ഒരു കാര്യമല്ല അവർ പറഞ്ഞത്. അപ്പോൾ യജമാനൻ വിചാരിച്ചു, ഇത്രമാത്രം ഞാൻ ചെലവ് ചെയ്ത് നല്ലൊരു മനോഹരമായ സദ്യ ഒരുക്കിയിട്ട് ഞാൻ അവരെ ക്ഷണിച്ചിട്ട് അവർ വന്നില്ലല്ലോ. അതുകൊണ്ട് ആ യജമാൻ വീണ്ടും തൻ്റെ ഉദ്യമമോ ഒരുക്കിയതായ സദ്യ ഒന്നും വേണ്ടെന്ന് വയ്ക്കുകയല്ലേ ചെയ്യും. നമ്മൾ ഓർക്കണം, ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നതായ അനുഗ്രഹങ്ങളെ നമ്മൾ തട്ടിക്കളഞ്ഞിട്ട് പോയാൽ നമുക്കേ നഷ്ടം വരികയുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വായിക്കാം. ദാസൻ മടങ്ങി വന്ന് യജമാനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ച് ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. പിന്നെ ദാസൻ യജമാനെ കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. സ്തോത്രം. വിളിച്ചവരെ യോഗ്യരായില്ല, അവരതിന് വില കൊടുത്തില്ല, വിലയുള്ളതായി അവർക്ക് തോന്നിയുമില്ല. അതുകൊണ്ട് ഈ ലോകത്തിലെ അവരുടെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിളിയെ അവർ തള്ളിക്കളഞ്ഞിട്ട് ഈ ലോകത്തിൻ്റെ വഴിക്ക് അവർ തിരിഞ്ഞുപോയി എന്നാണ് പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. അതുകൊണ്ട് നിത്യനായ ദൈവം ഒരിക്കലും പ്രിയമുള്ളവരെ നിരാശപ്പെട്ടിരിക്കുകയല്ല. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ അവരിലെല്ലാം ആശ വച്ചിരുന്നു, ഞാൻ അവരിലെല്ലാം പ്രതീക്ഷ വച്ചിരുന്നു, യഹൂദ ജനതയിൽ ഞാൻ പ്രതീക്ഷ വച്ചിരുന്നു, അവരുടെ അടുക്കിലേക്ക് ഞാൻ പ്രവാചകന്മാരെ അയച്ചിരുന്നു, കാലാകാലങ്ങളിൽ അവർക്കെല്ലാം കൊടുത്തിരുന്നു. പക്ഷേ ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, അവരോ കൈക്കൊണ്ടില്ല എന്ന് പറഞ്ഞതുപോലെ അവരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരിക്കലും ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ വൃഥാവായി പോവുകയല്ല ചെയ്യുന്നത്. അവൻ സ്വന്തം ജനതയെ വിട്ട്, സ്വന്തം ജാതിയെ വിട്ട് അന്യജാതിയിലേക്ക്, ഇതര ജാതിയിലേക്ക് തൻ്റെ കരം നീട്ടി. നീ ഒരു കാര്യം ചെയ്യേ, ഞാൻ യോഗ്യരായി കണ്ടവർ, വരുമെന്ന് പ്രതീക്ഷിച്ചവർ, വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചവർ, അവരാരും വരാത്തതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, നീ ചെന്നിട്ട് നീ വേഗം പട്ടണത്തിലെ വീഥികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ഒരിക്കലും ഒരു സദ്യക്ക് വിളിക്കുന്നവരല്ല, ഇതുവരെയും വിളി കിട്ടിയിട്ടവരില്ല. ഇങ്ങനെയുള്ള അതിമനോഹരമായ ഒരു യജമാനൻ്റെ ശ്രദ്ധയിലേക്ക് ഒരിക്കലും വിളിക്കപ്പെടാത്തവരായി, ആരും മാനിക്കപ്പെടാത്തവരായി, ആരാരും വില മതിക്കപ്പെടാത്തവരായി ആ തെരുക്കോണുകളിലിരുന്ന് അവരെ നിങ്ങൾ വരുവീൻ. പ്രിയമുള്ളവരെ, അവരാരും ഒഴിവൊഴി കുറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇങ്ങനെ ആ ഇടത്തെരുക്കളിൽ ചെന്ന്, തെരുവീഥിയിൽ ചെന്ന് ആരാലും ഗവനിക്കപ്പെടാത്തവരും ആരാലും മാനിക്കപ്പെടാത്തവരുമായ അവരെ യജമാനൻ വിളിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒരു മനോഹരമായ സദ്യ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരാരും ഞാൻ വരുന്നില്ലെന്നോ പിന്നെ ആവട്ടെ എന്നൊന്നും പറഞ്ഞതായിട്ട് കാണുന്നില്ല. ദൈവത്തിൻ്റെ വിളി പ്രിയമുള്ളവരെ നിസ്സാരന്മാരായി നമ്മുടെ മേൽ വന്നത് സ്വീകരിച്ചതും അതുപോലെയാണ്. ഞാൻ എൻ്റെ അനുഭവം ഓർക്കുകയാണ്. എൻ്റെ നാട്ടിൽ, എൻ്റെ സ്വന്തത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരിൽ, പ്രിയമുള്ളവരെ, എൻ്റെ കൂട്ടുകാരിൽ പരമായി ഏതുമില്ലാത്ത എന്നെ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു. അനേകരെ വിശ്വസ്തരായിരുന്നപ്പോൾ, ശ്രേഷ്ഠരായിരുന്നപ്പോൾ എൻ്റെ നാട്ടിൽ വന്ന് ഏതാണ്ട് 1/2 നൂറ്റാണ്ട് കാലങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു എന്നെ മാടി വിളിച്ചപ്പോൾ എനിക്കൊന്നും നോക്കുവാനുണ്ടായിരുന്നില്ല. കാരണം എന്നെ മാനിക്കുന്നവരോ സ്നേഹിക്കുന്നവരോ കരുതുന്നവരോ അത് കരുവാൻ തക്കവണ്ണമോ ഒന്നുമില്ലാത്തത് കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിളി കേട്ടപാടെ ഞാൻ എഴുന്നേറ്റ് പിന്നാലെ പോയി എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് സ്തോത്രം. അവർ ചെന്നു, അവരെ ആ സദ്യവട്ടത്തിൽ കയറിയിരുന്നു, അവർക്ക് ഭക്ഷിപ്പാനുള്ളതെല്ലാം കിട്ടി. അപ്പോഴാണ് പിന്നെയും ധാരാളം സീറ്റുകൾ ബാക്കി കിടക്കുകയാണ്. ഈ വിരുന്നുശാല നിറഞ്ഞു കവിയുവാൻ വേണ്ടി ഇനിയും ധാരാളം സീറ്റുകൾ ബാക്കിയുണ്ട്. അപ്പോഴാണ് ദാസൻ ചെന്നിട്ട് യജമാനോട് പറഞ്ഞു, യജമാനെ, ഇനിയും സ്ഥലമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞതനുസരിച്ച് തെരുക്കോണുകളിൽ ചെന്ന് അവരെല്ലാം വിളിച്ചു. അവർ ഒരു മടിയും കൂടാതെ അവരെല്ലാവരും വന്ന് കയറിയിരുന്നു, അവർ ഭക്ഷിപ്പാൻ തുടങ്ങി കഴിഞ്ഞു. പക്ഷേ ഇനിയും ധാരാളം സീറ്റുകൾ ബാക്കിയുണ്ട്, ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു. യജമാൻ ദാസനോട്, നീ പെരുവഴികളിലും വേലികൾക്കരികെയും പോയി എൻ്റെ വീട് നിറയേണ്ടതിന് അവരെ അകത്തുവരുവാൻ നിർബന്ധിക്കുക എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അതാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിളി. എല്ലാവരെയും കർത്താവ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. സദ്യ ഒരുക്കിയിട്ട്, രക്ഷയൊരുക്കിയിട്ട്, എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം ഒരുക്കിയതിന് ശേഷം
എല്ലാവരെയും ഒന്നും നോക്കാതെ, പഴയ ചരിത്രം നോക്കാതെ, പഴയ കാലങ്ങൾ നോക്കാതെ, പഴയ ജീവിതം നോക്കാതെ, ബാല്യവും യൗവനവും ഒന്നും നോക്കാതെ, ഇവൻ ആരായിരുന്നു, എന്തു ഇതുവരെയും എൻ്റെ ജീവിതം എന്തായിരുന്നു ഒന്നും നോക്കാതെ എല്ലാവരെയും മാടി വിളിക്കുകയും നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു നല്ല കൃപയുടെ കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ആ ക്ഷണിച്ച പുരുഷന്മാരാരും എൻ്റെ അത്താഴം ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമുക്ക് വായിക്കാം. ഇതിനോട് ചേർന്ന് വരുന്നതായ ഒരു വാക്യമാണ്. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനം എന്ന് എന്നോട് ഇത് പറഞ്ഞു. ദൈവത്തിൻ്റെ സത്യവചനമെന്ന് യോഹന്നാൻ ശ്ലീഹയോട് പറഞ്ഞിട്ട് എഴുതുകയാണ്, കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. പ്രിയമുള്ളവരെ, അനേകർക്ക് ദൈവത്തിൻ്റെ വിളി കിട്ടാതിരിക്കുമ്പോൾ ഈ സത്യവചനം കേൾക്കുവാനും ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെന്നും കഴിഞ്ഞ കാലങ്ങൾ ഓർക്കാതെ ഒന്നും നോക്കാതെ മാടി വിളിക്കുന്ന കാലമാണെന്നും ആ മനോഹരമായ വിളി കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണ്. വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന അതാണ്. ദൈവത്തിൻ്റെ വിളി നമ്മുടെ മേൽ വരുന്നു. നമുക്ക് വായിക്കാം 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് എത്രയോ നാളായി ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വിളിക്കുന്നു എന്ന് പറയുന്നു, സുവിശേഷകന്മാർ പറയുന്നു. ഇത് എത്രയോ കാലങ്ങളായി, ഏതാണ്ട് 20-ലേറെ നൂറ്റാണ്ടുകളായിട്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഇതിനോട് യാതൊരു വിലയുമില്ല. അവർ വിചാരിക്കുന്ന എന്താണ്? 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അവർ വിചാരിക്കുന്നത് ഇത്രയും കാലമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സുവിശേഷകന്മാർ പറയുന്നു, ഇതുവരെയും ഒന്നും സംഭവിച്ചില്ല. കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന് പറയുന്നു, ഈ ലോകത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമെന്ന് പറയുന്നു. പക്ഷേ ഈ കാലമത്രയും ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് അവർക്ക് ദൈവവചനത്തെക്കുറിച്ച് യാതൊരു വിലയുമില്ല. ഇതെല്ലാം തൊഴിലില്ലാത്തവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പഴഞ്ചൻ പുസ്തകം, അതിനകത്ത് അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്നും അത് തന്നെ, യാതൊരു വ്യത്യാസവും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവരും എല്ലാ സ്ഥലത്തും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിച്ചുകൊണ്ട് ഈ വചനം നമ്മളോട് വീണ്ടും അരുളി ചെയ്യുകയാണ്. ആ വാക്യം നമുക്കൊന്നും കൂടി വായിക്കാം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരും, മണവാട്ടി സഭയെ ചേർക്കുവാൻ വരും. ഇപ്പോൾ നമ്മൾ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്, റെവലേഷൻസ് വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചതുപോലെ തൻ്റെ സഭയെ ചേർക്കുവാൻ, മണവാട്ടി സഭയെ ചേർക്കുവാൻ, മണവാട്ടിയെ ചേർക്കുവാൻ കർത്താവായ യേശുക്രിസ്തു വരുമെന്ന് കർത്താവ് പറഞ്ഞു. അതൊന്നും മാനിക്കുന്നില്ല എങ്കിലും കർത്താവ് വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? നമ്മളെല്ലാവരും ഈ സത്യവചനം കേട്ട് ഇനിയും സ്ഥലമുണ്ടോ എന്നുള്ളതായി വിളി കേട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിന് അവകാശികളായി തീരണം. അതുകൊണ്ടാണ് കർത്താവ് വരുവാൻ താമസിക്കുന്നതെന്ന് പത്രോസ് ശ്ലീഹ അവിടെ എടുത്ത് പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വേറെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, സൗജന്യമാണ്. നിങ്ങൾ വന്ന് ഈ കല്യാണ സദ്യയിൽ സംബന്ധിച്ചാൽ മാത്രം മതി. മത്തായിയുടെ സുവിശേഷം നമുക്കിതേ കാര്യം കാണുവാൻ സാധിക്കും. അവിടെ കല്യാണ സദ്യക്ക് വന്നു, പക്ഷേ ഒരു കാര്യം അവിടെ നിശ്ചയമായിട്ടും സംഭവിക്കേണ്ടതായ കാര്യമുണ്ട്. 22-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതൽ വായിക്കാം. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. യജമാനൻ പറഞ്ഞതുപോലെ തെരുക്കളിൽ പോയി കണ്ടവരെല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കാരണം യജമാൻ പറഞ്ഞത് അതാണ്, നീ ഒന്നും നോക്കണ്ട, കണ്ടവരെല്ലാം അകത്ത് വരുവാൻ നിർബന്ധിക്കുക, ഇനിയും സ്ഥലമുണ്ട്. അങ്ങനെ അവർ കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ നിറഞ്ഞു, കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. അപ്പോൾ വരിക എന്നുള്ളതായി വിളി കേട്ട് അവരെല്ലാവരും വന്നു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണവസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണവസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. ഒറ്റയ്ക്കൊരു കാര്യം മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ, വേറെ ഒന്നുമില്ല. ദൈവത്തിൻ്റെ വിളി സൗജന്യമാണ്. കല്യാണശാലയിലേക്കുള്ള പ്രവേശനവും സൗജന്യമാണ്. പക്ഷേ അവിടെ ആ സദ്യ ആസ്വദിക്കണമെങ്കിൽ, ദൈവം ഒരുക്കിയിരിക്കുന്ന വിശിഷ്ട ഭോജനം നമ്മൾ ആസ്വദിക്കണമെങ്കിൽ ഒറ്റയ്ക്കൊരു കാര്യം അനിവാര്യമാണ്, കല്യാണ വസ്ത്രം. അനേകർ വന്നു, അവരെല്ലാം കല്യാണ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരാൾ അതിലെല്ലാം ഓടി നടക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിലും വ്യാപൃതനാണ്, എല്ലാ കാര്യം നോക്കി നടത്തുന്നവനെ പോലെ നമുക്ക് തോന്നും. പക്ഷേ അവൻ കല്യാണ വസ്ത്രം ധരിച്ചിട്ടില്ല. അവന് പറ്റിയത് എന്താണ്? 13-ാം വാക്യം. രാജാവ് ശുശ്രൂഷക്കാരോട്,
ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. കല്യാണ വസ്ത്രം ഇല്ലാത്തവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. കല്യാണശാലയിൽ വിളി കേട്ട് വന്നവനാണ്, അവരുടെ ഇടയിലെല്ലാം വ്യാപൃതനായി നടന്നവനാണ്. പക്ഷേ ആത്യന്തികമായിട്ട് അവൻ ലഭിച്ചത് ഏറ്റവും പുറത്തുള്ള ഇരുട്ടാണ്. കാരണം ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അവൻ കല്യാണ വസ്ത്രം സമ്പാദിച്ചിരുന്നില്ല. പ്രിയമുള്ളൊരു കല്യാണ വസ്ത്രം അവൻ വില കൊടുത്ത് വാങ്ങേണ്ട കാര്യമല്ലായിരുന്നു. ആ കല്യാണ സദ്യയ്ക്ക് പ്രവേശിക്കുന്നതായ ഹോളിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അത് സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ് കല്യാണ വസ്ത്രം. സൗജന്യമായി കൊടുക്കുന്നതായ കല്യാണ വസ്ത്രം അവൻ വാങ്ങി അവൻ ധരിക്കുക മാത്രമേ ചെയ്യേണ്ടിയിരുന്നുള്ളൂ. പക്ഷേ അത് സൗജന്യമായി ലഭിക്കുന്ന രക്ഷ, ആ വിലയേറിയ രക്ഷ നമ്മൾ സൗജന്യമായി കൈനീട്ടി വാങ്ങി യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ നമുക്ക് നിൽക്കുവാൻ കഴിയുകയുള്ളൂ. ശരിയാണ്, വിളി കിട്ടി, വിളി കേട്ട് നമ്മൾ വന്നു, അതും ശരിയാണ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ, സൗജന്യമായ കഴുകൽ, യേശുവിൻ്റെ രക്തത്താലുള്ള കഴുകൽ നമ്മൾ അനുഭവിച്ചില്ല എങ്കിൽ പ്രിയമുള്ളവർ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് അവനെ തള്ളിക്കളഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ പൗലോസ്ലീഹ അരയോപക കുന്നിന്മേൽ നിന്നുകൊണ്ട്, അഥേനയിലെ അരയോപക കുന്നിന്മേൽ നിന്നുകൊണ്ട് പ്രസംഗിച്ച് ക്ലോസ് ചെയ്യുന്നതായ ഒരു ഭാഗമുണ്ട്. അനേക കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എല്ലാം പറഞ്ഞു. അറിയായ്മയുടെ കാലങ്ങളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു. ഇപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? 17-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ, കർത്താവ് കഴിഞ്ഞ കാലങ്ങളൊന്നും ലക്ഷ്യമാക്കുന്നില്ല. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ, ബാല്യത്തിലോ യൗവനത്തിലോ ഏതേതെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാപം വന്നോ, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമായത്. എല്ലാവരും എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. ആ ഒരു കാര്യം മാത്രമാണ് ദൈവം നമ്മളോടും ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ കാലങ്ങൾ നോക്കുകയല്ല, അതിനെക്കുറിച്ച് ഒന്നും കർത്താവ് ചോദിക്കാനും ഇഷ്ടപ്പെടുന്നില്ല. ഇനി മേലാൽ വന്നതെല്ലാം വന്നു കർത്താവ്, ഇനി മേലാൽ അങ്ങനെ ഒന്നും ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ വരികയില്ല എന്ന് ഒറ്റ വാക്ക് പറഞ്ഞതിന് ശേഷം എൻ്റെ യേശുവേ എന്നിട്ട് തിരുരക്തത്താലിനെ കഴുകണമേ എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താലുള്ള കഴുകൽ പ്രാപിക്കുക. അതോടെ സകല കാര്യങ്ങൾ മാറിപ്പോവുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹ എന്ന് പറയുന്നതായ ആ ദൈവ പൈതൽ ഈ ഒരു കാര്യം, നിങ്ങൾ വരുവീൻ, സൗജന്യമായി നിങ്ങൾ വരുവീൻ, ഇനിയും സ്ഥലമുണ്ടോ എന്ന് പറഞ്ഞതായ പുതിയ നിയമത്തിലെ ആ വാക്യം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, 11, 12 വാക്യങ്ങൾ, 17-ാമത്തെ വാക്യം നമുക്ക് വായിക്കും. ഉൽപ്പത്തി 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. 11, 12. എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരിക്കുന്നു. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. നമ്മൾ ആദ്യം 1-ാം അധ്യായത്തിൽ വായിച്ചാൽ കാണാം, അത് ഏറ്റവും മനോഹരമെന്ന് ദൈവം കണ്ടു, നല്ലതെന്ന് ദൈവം കണ്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോൾ കേവലം 5 അധ്യായം കഴിഞ്ഞ് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ്റെ ദുഷ്ടത കൊണ്ട് ഭൂമി വഷളായി, ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരിക്കുന്നു. മനുഷ്യനാൽ ഭൂമി വഷളായി പോയപ്പോൾ ദൈവം തീരുമാനിച്ചു ഇത് ശുദ്ധീകരിച്ച് ഒക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിന്മേലൊരു വലിയ ജലപ്രളയം വരുത്തണം. അങ്ങനെ ഈ ഭൂമിയെ ശുദ്ധീകരിക്കുവാനായി ദൈവം കൃത്യമായി പ്ലാൻ തയ്യാറാക്കി. പക്ഷേ ദൈവം ഒരിക്കലും കൂടടച്ച് നശിപ്പിക്കുകയല്ല ചെയ്യുന്നത്. എപ്പോഴും ദൈവം നമുക്ക് അവസരം തരും. ദൈവം നോഹയോട് പറഞ്ഞു, നീ ഒരു പെട്ടകം ഉണ്ടാക്കുക, എന്നിട്ട് ഇവരെല്ലാം പെട്ടകത്തിലേക്ക് ക്ഷണിക്കുക. പെട്ടകത്തിൽ കയറി ഇരിക്കുന്നവരാരും ജലപ്രളയത്തിൽ മരിച്ചു പോകുകയില്ല. നോഹ പെട്ടകം പറഞ്ഞ അളവിലും അതേ രീതിയിൽ തന്നെ നോഹ പെട്ടകം ഉണ്ടാക്കി നമുക്ക് ആ അധ്യായങ്ങളെല്ലാം വായിക്കുവാൻ സാധിക്കും. അതിനുശേഷം നോഹ ഒന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. വലിയൊരു മഴ വരാൻ പോകുന്നുണ്ട്, ഈ ഭൂമിയെ ദൈവം ശുദ്ധീകരിക്കാൻ പോവുകയാണ്, നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഈ പെട്ടകത്തിലേക്ക് കയറിക്കൊള്ളുക എന്ന്. ഒരു ദിവസമല്ല, ഒരു വർഷമല്ല, 10 വർഷമല്ല, നീണ്ട വർഷങ്ങൾ നോഹ അവിടെ നിന്ന് പ്രസംഗിച്ചു. ഇനിയും സ്ഥലമുണ്ട്. നോഹ പറയുന്ന ഇതാണ്, നിങ്ങൾ കടന്നു വരൂ, നിങ്ങൾക്ക് സ്ഥലമുണ്ട്, അകത്ത് സ്ഥലമുണ്ട്,
ഇനിയും സ്ഥലമുണ്ട്, നിങ്ങൾ വരൂ വരൂ എന്ന് നോഹ വിളിച്ചുകൊണ്ടിരുന്നു. 1 വർഷം, 2 വർഷം, 5 വർഷം, 10 വർഷം കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു, എത്ര നാളായി ഈ വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ വഴിയോരത്ത് നിന്നുകൊണ്ട് പെട്ടകത്തിൻ്റെ വാതിൽക്കൽ നിന്നൊരു പെട്ടകം ഉണ്ടാക്കി വെച്ച് വിളിക്കുന്നു. നടക്കാൻ പോകുന്ന കാര്യമല്ല, ഇത് അസംഭവമായ കാര്യമാണ്, ഇത് വെറുതെ ഇദ്ദേഹത്തിന് തോന്നിയതായ ഒരു വിവരക്കേട് മാത്രമാണെന്ന് വിചാരിച്ച് വളരെ അലക്ഷ്യമാക്കി കളഞ്ഞു. അവരാരും 8 പേരൊഴികെ ആരും പെട്ടകത്തിൽ കയറിയില്ല എന്ന് നമ്മൾ വായിക്കുന്നു. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണാം, യഹോവ പെട്ടകത്തിൻ്റെ വാതിലടച്ചു. ഹല്ലേലൂയ. യഹോവ പെട്ടകത്തിൻ്റെ വാതിലടയ്ക്കുന്ന ഒരു സമയമുണ്ട്. അതുവരെയും ഇനിയും സ്ഥലമുണ്ട്, വരിക എന്ന് വിളിക്കും. നിങ്ങൾ നശിച്ചു പോകേണ്ട കാര്യമില്ല, വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോകേണ്ട കാര്യമില്ല, ന്യായവിധിയിൽ നിങ്ങൾ മുങ്ങിപ്പോകേണ്ട കാര്യമില്ല, ഇനിയും സ്ഥലമുണ്ട് എന്ന് നിശ്ചയമായും ദൈവം നമ്മളെ വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജലപ്രളയത്തിൽ നമ്മൾ മുങ്ങിപ്പോകേണ്ടവരല്ല, നിശ്ചയം. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു നമ്മൾ വിളിക്കുന്നു, ഇനിയും സ്ഥലമുണ്ട്, ഇനിയും സ്ഥലമുണ്ട്, ഇനിയും രക്ഷപ്പെടുവാൻ അവസരമുണ്ട്, ഇനിയും രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സമയമുണ്ട്. വരിക, നിങ്ങൾ ഈ പെട്ടകത്തിലേക്ക് കയറുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവിലാപിൽ കൂടി യേശുവിൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചാൽ പ്രിയമുള്ളവരെ നമുക്ക് നശിക്കേണ്ട കാര്യമില്ല. ഇനിയും സ്ഥലമുണ്ട്, ഇനിയും സ്ഥലമുണ്ട്. വരിക. കാരുണ്യവാനായ നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളെ കേൾപ്പിക്കുന്നതായ സ്വർഗീയ ക്ഷണത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാവഴികളെ ഉപേക്ഷിച്ച് കർത്താവെ നിൻ്റെ വഴി കേട്ട് ഇനിയും സ്ഥലമുണ്ട് എന്നുള്ളത് നിൻ്റെ വിളി കേട്ട് ഞങ്ങൾ വരികയാണ്. കർത്താവെ, ഞങ്ങളെ സ്വീകരിക്കണമേ. കഴിഞ്ഞ കാലങ്ങളൊന്നും ഞങ്ങളോട് ഓർക്കരുതേ. നിൻ്റെ സ്വർഗീയ ശ്രദ്ധയിൽ ജീവൻ്റെ അനുഭവത്തിൽ പ്രവേശിക്കാൻ ഞങ്ങൾ എല്ലാവർക്കും ഭാഗ്യം തരണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ.